അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്? വെഞ്ചറിമീറ്ററിൻ്റെ പ്രോബ്ലമാണ്. വെഞ്ചറിമീറ്ററിൻ്റെ പ്രോബ്ലമാണ്. അവിടുത്തെ നിന്ന് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം, അതായത് ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? സി ഡി ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? A1 A2 ആദ്യം കണ്ടുപിടിക്കാം. A1 കണ്ടുപിടിക്കാൻ എന്താണ്? π/4d² ആണ് ഇക്വേഷൻ വരിക. അപ്പോൾ d1² ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണ്? π/4 ഇൻറ്റു ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ ആയി എടുക്കുകയാണെങ്കിൽ സെൻറ്റിമീറ്റർ എഴുതാം, മീറ്റർ ആക്കി എടുക്കുകയാണെങ്കിൽ മീറ്റർ എഴുതാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് മീറ്റർ ആക്കി എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ π/4 ഇൻറ്റു 0.3² ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 0.07068 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി A2 കണ്ടുപിടിക്കാം. A2 പറയുമ്പോൾ ത്രോട്ടിൻ്റെ ഏരിയ π/4 ഇൻറ്റു d2². ഇപ്പോൾ ത്രോട്ടിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 0.15². അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.01767 മീറ്റർ സ്ക്വയർ കിട്ടും. A1 A2 കിട്ടി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്ത് പറഞ്ഞിരുന്നു? അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൽ പറഞ്ഞിട്ട് എന്താണ്? ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത്. മറ്റേത് കേസിലും ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എച്ച് കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? എക്സ് ഇൻറ്റു SH ഡിവൈഡ് ബൈ SO മൈനസ് 1. അപ്പോൾ എക്സ് നമുക്കിപ്പോൾ എത്ര കിട്ടി? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുക 20 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്സ് 20 സെൻറ്റിമീറ്റർ ആണ്, അതായത് 0.2 മീറ്റർ. അപ്പോൾ എക്സിനെ 0.2 എന്ന് കൊടുത്തു. ഇനി SH നമുക്കറിയാം മെർക്കുറിയാണ്. വെഞ്ചറിമീറ്ററിൽ ഒരു സൈഡിൽ മെർക്കുറി ആയിരിക്കും, മറ്റേ സൈഡിൽ നമ്മൾ ഓയിൽ എന്തെങ്കിലും വാട്ടർ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ SH തന്നെ എത്രയും 13.6. ഇനി SO എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒന്നും തന്നിട്ടില്ല, പക്ഷേ വാട്ടർ ആണ് തന്നിട്ടുണ്ട്. വാട്ടർ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും 1 ആയിരിക്കും വരിക, -1. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 0.2 ഇൻറ്റു 12.6 കിട്ടും. അപ്പോൾ ആൻസർ 2.52 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എച്ച് കിട്ടി. ഇനി ക്യൂ കാണുന്ന ഇക്വേഷൻ കൊടുക്കുക. ക്യൂ = CD നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 0.98 ഇൻറ്റു A1 A2 കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക. A1 A2 വാല്യൂസ് കൊടുക്കുക ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² കൊടുക്കുക ഇൻറ്റു 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 9.81 ഇൻറ്റു എച്ച് നമുക്ക് ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 2.52 കൊടുത്ത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുക 0.125 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം സിമ്പിളായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താണ്? എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ SH SO വരും. SH എന്ന് പറഞ്ഞാൽ എപ്പോഴും മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആകാരം, അത് 13.6 ആണ്. SO എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഓയിൽ എന്ന് പറയുകയാണെങ്കിൽ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തരും. അപ്പോൾ ഓയിലല്ല വാട്ടർ എന്ന് തരികയാണെങ്കിൽ അപ്പോൾ അവിടെ നീക്കാരം SOൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും പ്രോബ്ലംസ് എന്തായാലും ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ.